നമസ്തേ കുട്ടികളെ. ഇന്ന് നവരാത്രി 3-ാം ദിവസമാണ്. നമ്മൾ ആദ്യത്തെ 3 ദിവസം ദുർഗയുടെ 3 സ്വരൂപങ്ങളെയാണ് വണങ്ങാറുള്ളത്. അതിലെ 3-ാമത്തെ ദേവിയായ ചന്ദ്രഘണ്ഠ ദേവിയാണ് ഇന്ന് നമ്മൾ വണങ്ങേണ്ട ദേവി. അത് ഒരു ആദി പരാശക്തി ദേവി കൂടിയാണ്. ആദി പരാശക്തി നമ്മളെ ഒരു അമ്മയെപ്പോലെ കാത്തരുളുന്ന പറയാം. നമ്മുടെ എന്തൊരു വിഷമങ്ങളും തീർത്ത് തന്നെ ഒരു അമ്മ എങ്ങനെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നു അതുമാതിരി തന്നെ ഈ ദേവി നമ്മളെ സംരക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ 3 ദിവസത്തിലും 2 ദിവസം നമ്മളെ നല്ല നല്ല കാര്യങ്ങൾ കഴിഞ്ഞു. അതേമാതിരി 3-ാം ദിവസം ചന്ദ്രഘണ്ഠ ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ച് വണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സകല ഐശ്വര്യങ്ങളും വരുന്നതാണ് പറയാം. അതുമാതിരി നമുക്ക് വരുന്ന എന്തൊരു കഷ്ടങ്ങളും മാറ്റിത്തരും എന്നാണ് പറയാം. ഒരു അമ്മ മക്കൾക്ക് വരുമ്പോൾ വിഷമം വരുമ്പോൾ എങ്ങനെ അവിടെ പോരാടും, അതുമാതിരി തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ കഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഒരു ദേവി കൂടെയാണ് ചന്ദ്രഘണ്ഠ ദേവി. ദുഷ്ടശക്തികളെ അകറ്റാനും അതുമാതിരി തന്നെ സമാധാനം ശാന്തി തരാനും നമുക്ക് ഈ ചന്ദ്രഘണ്ഠ ദേവി അല്ലെങ്കിൽ ആദി പരാശക്തിയെ ഈ ദിവസം വണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കിട്ടുന്നതായിരിക്കും. ആദിപരാശക്തി നമ്മുടെ അമ്മയെപ്പോലെ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് നിയന്ത്രിക്കാനും അതുമാതിരി തന്നെ ദുഷ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാനും ഈ ദേവി നമ്മളെ അനുഗ്രഹിക്കും. ഈ ദിവസം പ്രത്യേകിച്ച് വൈകുന്നേരം നേരത്ത് ദേവിക്ക് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. അതുമാതിരി തന്നെ മഞ്ഞ കളറുള്ള മധുര പലഹാരം വെച്ച് നിവേദ്യം ചെയ്യാം. വിളക്ക് കൊളുത്തുക, നല്ലെണ്ണ അതുമാതിരി തന്നെ നെയ്യ് വിളക്കും കൊളുത്തുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി കൊണ്ട് ദേവിയെ അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആ ദേവി പെട്ടെന്ന് പ്രസാദിക്കും. ദേവിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് മഞ്ഞ കളറും അതുമാതിരി മഞ്ഞൾപ്പൊടിയും. പിന്നെ ദേവിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കുങ്കുമം. അത് മഞ്ഞൾപ്പൊടി അർച്ചന ചെയ്യുന്നത് മാതിരി തന്നെ കുങ്കുമം കൊണ്ടും അർച്ചന ചെയ്യാം. നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ വലിയ മന്ത്രങ്ങളൊന്നും അറിയില്ലെങ്കിൽ കൂടെ ഈ ഒരു മന്ത്രം 101 പ്രാവശ്യം ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം എന്തായാലും കിട്ടുന്നതായിരിക്കും. അതിങ്ങനെയാണ്: ഓം ദേവി ചന്ദ്രഘണ്ഠയേ നമഃ. ഇങ്ങനെ 101 പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ആ പറയുന്നതോടുകൂടി നമ്മൾ മഞ്ഞൾപ്പൊടിയോ പൂവോ അല്ലെങ്കിൽ കുങ്കുമോ എന്തുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഒരു അർച്ചന ചെയ്താൽ വളരെ നല്ലതാണ്. ഇത് എന്തായാലും അർച്ചന ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടെ സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തി ഈ മന്ത്രം 101 പ്രാവശ്യമെങ്കിലും ചൊല്ലി കഴിഞ്ഞാൽ നമുക്ക് സകലവിധ ഐശ്വര്യങ്ങളും അതുമാതിരി നമ്മളിൽ ഉണ്ടാകുന്ന ദുഷ്ടശക്തികളെയൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ലൊരു ശക്തി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആദിപരാശക്തിയെ ഇന്നത്തെ ദിവസം വേണമെങ്കിൽ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങാം.